അപ്പോൾ അതാ ഗൈസ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ എനിക്ക് കൊറിയർ വന്നത്. ഞാനിത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാനൊരു സാധനം ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എത്തിയത്. കറക്റ്റ് സമയത്താണ് കേട്ടോ വന്നത്. ഞാൻ പോയതിന് മുന്നേ വന്നത് നന്നായി. പൊന്നോ ആ ഇതേ അസ്മിക്കുട്ടൻ മാറ്റിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിലാണ് കൊറിയർ വന്നത്. നോക്ക് തുറക്ക്. എടുക്ക് തിരി ഇങ്ങോട്ട് തിരി കാണിക്ക് കാണിക്ക്. ഇത് പൊന്നുവോ താഴത്ത് തിരിക്ക് സെറ്റ്. അപ്പോൾ അതെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നല്ലൊരു സേമിയ പായസം ഇതും കൂടി കുടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ വിചാരിക്കണേ. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ പെരുന്നാൾ ഇതേ അവസാന ഘട്ടത്തിൽ കഴിക്കണം കേട്ടോ. അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. ഓക്കെ ബൈ. വാവ് ഇത് ഓരോന്നുകൊണ്ട് പോരട്ടെ. അപ്പോൾ ഇതാ നമ്മളുടെ ഹോട്ടലിൽ വെച്ചിട്ടാണ് പടക്ക കച്ചവടം കേട്ടോ. അവർ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ എടുത്തിരുന്നു. പിന്നെ നമ്മൾ 6 നോമ്പ് കഴിഞ്ഞിട്ടല്ലേ ഷോപ്പ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അതുവരെ ഇവർ സെയിൽ ചെയ്യണ്ട ചെയ്യാറ് ഇവിടുന്ന്. അപ്പോൾ അതിനുള്ള ഒരു ബെനിഫിറ്റ് അവർ തരും ചെയ്യും. അപ്പോൾ അതാ ഞാനെനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പടക്കവും പൂത്തിരിയും മേശപ്പൂത്തിരിയും എല്ലാം വാങ്ങി. അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു 500 റുപ്യയുടെ സാധനം വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അതാ അർഷണാക്കി തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇതാ പറമ്പിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ വെയിലില്ല, എന്നാൽ വെയിലുണ്ടേന് അങ്ങനെ കേട്ടോ. അങ്ങനെ ആസ്മിക്കുട്ടി എന്തോ ഒരു ക്ഷീണത്തിലാണ്. വേഗം വീട്ടിലെത്തണം എന്ന് തന്നെ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അതാ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇത്താത്തയും നളിയനും പിന്നെ ഉപ്പയും കുട്ടികളും എല്ലാവരും കൂടി അമ്മായിൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ വന്നത്. അപ്പോൾ വരുമ്പോൾ അവരും പടക്കും പൂത്തിരിയും മേശപ്പൂത്തിരും ഒക്കെ ആയിട്ടാണ് വന്നിട്ട്. അപ്പോൾ ഒരു സംഖ്യ ഉണ്ടായിരുന്നു. അതിനതാ എല്ലാവർക്കും കത്തിച്ച് തീർക്കാൻ മാത്രം അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. അതിനതാ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിത് കാണാനേ ഇൻട്രസ്റ്റ് ഉള്ളൂ, കത്തിക്കാനൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മളുടെ രണ്ടാമത്തെ പെരുന്നാൾ അടിച്ച് പൊളിച്ചിട്ടാണ്